ഇല്ലേ അല്ല. ഒരുപാട് ആൾക്കാരായിട്ടുണ്ട്. ഇവിടുത്തെ കച്ചവടമെല്ലാം വളരെ സജീവമായിട്ടുണ്ട്. മലയാളം കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അതർ സ്റ്റേറ്റുകാരാണ്. ഒരുപാട് പേരിങ്ങനെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ മലയാളം പറയത്തില്ല. മലയാളം അറിയാമായതുകൊണ്ടാണോ അതോ ബോധപൂർവ്വം പറയാതിരിക്കുകയാണെന്ന് അറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, മറൈൻ ഡ്രൈവിനേക്കാൾ നല്ല വൈബുള്ള ഇടം ഫോർട്ട് കൊച്ചി തന്നെയാണ് കേട്ടോ. ആ കയ്യിൽ വന്നിരിക്കുന്ന നോക്കി. കാണാൻ പറ്റും. ഒരുപാട് കളക്ഷൻ ഉണ്ടോ വരച്ച്? എങ്കിലും നമുക്ക് കാണാൻ പറ്റൂ. ആണോ? തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളേതൊരു വിദേശ രാജ്യത്ത് ചെന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നതേ ഫോർട്ട് കൊച്ചി നിന്നുകൊണ്ടാണ്. ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമാക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള കുറേ കാര്യങ്ങളാണ്. നമുക്ക് അത്യാവശ്യം പോയി കാണാൻ കഴിയുന്ന ഹൈ ബ്രോ എന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്താണ്. ഫോർട്ട് കൊച്ചിയെ പറ്റി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ്. അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ കുമ്പളങ്ങി പെരുമ്പടവ് ബോർഡ് വെച്ചൊരു ബസ്സാണ് ലിവാന സെറി. പിന്നെ ഫോർട്ട് കൊച്ചി പെരുമ്പടവ്. സത്യത്തിൽ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാത്രമല്ലല്ലോ, ട്രാൻസ്പോർട്ടും വരും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്, പക്ഷേ ട്രാൻസ്പോർട്ട് KSRTC വരാറുണ്ട്. അതാണ്ട് ഒരു ബസ് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സിനഗോഗിലേക്ക് പോകേണ്ട ആ റൂട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. അറിയാമല്ലോ, ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇത് ഫോർട്ട് കൊച്ചി നമ്മുടെ പോർട്ടൊക്കെ ഇവിടെയാണ്. ഞാനെന്താ പറയുന്നത്, നമ്മുടെ വാട്ടർ മെട്രോയുടെ ടെർമിനലൊക്കെ ഇവിടെയാണ്. പിന്നെ ഫെറി സർവീസ് ഇവിടെ തന്നെയാണ്. അടുത്ത കാറ് ബൈക്ക്. അപ്പോൾ ഇതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് ഈ ബൈക്കിലൊക്കെ. പിന്നെ കാർ അതിൽ കയറാനുള്ള KSCBയുടെ ഒരു കാറാണ്. പിന്നെ അതിൽ കുറേ യാത്രക്കാരുണ്ട്. പിന്നെ ഓട്ടോയുണ്ട്, മറ്റ് ടാക്സി, ചെറിയൊരു പിക്കപ്പോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് നമുക്ക് നോക്കാം, നമ്മുടെ വാട്ടർ മെട്രോയുടെ ഇവിടെ ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. വേറെ അത് എനിക്ക് തോന്നുന്നു ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. അത് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. യാത്രക്കാരായാലും മറ്റ് വാഹനങ്ങളായാലും അവിടെ ചെന്നാണ്ട് ഒരാൾ ഓടിപ്പോയി എടുക്കുന്നുണ്ടോ, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വാഹനങ്ങൾ കയറുമ്പോൾ ഈ സെക്യൂരിറ്റീസ് ഇവിടെ കാണും. അപ്പോൾ അവരെ ആ ടിക്കറ്റ് ഏൽപ്പിക്കണം, എന്നിട്ട് അവിടെ കയറാൻ പറ്റുള്ളൂ. വാഹനങ്ങളും ആൾക്കാരൊക്കെ അതിലേക്ക് കയറുന്ന ആ സമയത്ത് തന്നെ നമുക്ക് കാണാം, അവിടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അവിടെ കാണാം. അവിടെ നിന്നൊരു വലിയൊരു കപ്പൽ ഇങ്ങോട്ട് വരുവാണ്. ആൾ ആയി കേട്ടോ. ഇവിടെ ഒരു കയർ വലിച്ചു കെട്ടിട്ടുണ്ട്. 2-3 പേരൊഴികെ ബാക്കി ആൾക്കാരെ ഇവിടെ ജങ്കാറ്. അതേ സമയത്ത് അപ്പുറത്തൂടെ പോകുന്ന വലിയ കപ്പൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഒരു അന്യായ കാഴ്ചയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആ ഒരു മീൻപിടുത്ത ഫൈബർ വള്ളം പോകുന്നുണ്ട്. വലയൊക്കെ നിറച്ച് മീൻ പിടിക്കാൻ പോവുകയാണോ മീൻ പിടിച്ചിട്ട് വരുവാണെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു കരകൗശല വസ്തുക്കളിങ്ങനെ വിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. മീനിറ്റിലെ ആകൃതിയിലിങ്ങനെ പണി വെച്ചിരിക്കുകയാണ്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേഖലാ കാര്യാലയം, ഫോർട്ട് കൊച്ചി മേഖലാ കാര്യാലയത്തിൻ്റെ ബിൽഡിംഗ് നമുക്കിവിടെ കാണാം. ഒരാൾ അവിടെ കിടക്കുന്നു. ചൈനീസ് നെറ്റ് ഉയർത്തിയതാണോ? അല്ല, താഴ്ത്തുകയാണ്. ഉയർത്തിയതായിരുന്നു, പക്ഷേ ഇങ്ങനെ കുറേ സ്റ്റിക്കർ പോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് കൊള്ളാമല്ലേ?
അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഫോറിനേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു ഡ്രസ് ഐറ്റംസ് പോലെയാണ് എനിക്കിത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ടെർമിനലിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. വിധങ്ങളായ ഹാറ്റുകളെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. രാത്രി മഴ പെയ്തായിരുന്നു ഇവിടെ, വെള്ളമെല്ലാം അവിടെ തങ്ങിക്കിടപ്പുണ്ട്. ആ മഴയുടെ ഒരു ലക്ഷണമായതിൻ്റെ പേരിലാണ് ഈ കടകളൊക്കെ ഓപ്പൺ ആവാതിരുന്നത് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് ഇപ്പം സീസണായിട്ടും അങ്ങനെ അധികം ആൾക്കാർ ഇങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞു. പിന്നെ ഇന്നത്തെ ഒരു കാര്യം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, പിന്നെ വൈകിട്ടൊക്കെ തുറക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയാണ്. അടിപൊളി സാധനം കേട്ടോ, അടിപൊളി തടിയിൽ തീർത്ത സംഭവങ്ങളാണിത്. അപ്പോൾ അതായത് നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിച്ച് വെക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമുണ്ട്. അവിടെ ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. രണ്ട് ഫോറിനേഴ്സ് ഇരിക്കുന്നത്, അവർക്കുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക. എനിക്കൊന്ന് ടൂറിസ്റ്റ് ഗൈഡായിരിക്കാം അവിടെ നിൽക്കുന്ന ഒരു ലോക്കൽ ലേഡി, എനിക്കറിയില്ല. ഇവിടെ ഇതേപോലെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ ഇങ്ങനെ പഴയ കാലത്തെ ഇരുമ്പ്. ഇവിടെയൊക്കെ പഴയ വിളക്ക് കാലകളെ കാണാം കേട്ടോ. പഴയ കാലത്തുള്ള വിളക്ക് കാലകൾ ഇവിടെ എല്ലാം കാണാം. ശരി, അവിടെ ഈ ഒരു ഇരിപ്പിടങ്ങളൊക്കെ വെച്ച് നാശമായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താണ് പറയുക, നല്ലൊരു പാരമ്പര്യത്തെ നമുക്കത് കാത്തു സൂക്ഷിച്ചു എന്ന് പറയാം. ഒരു വിളക്കുകാലിനോട് ചേർന്നാണ്, പഴയ വിളക്കാലാണ്, പക്ഷെ അതിനോട് ചേർന്നാണ് ഇത് പറയുന്ന രണ്ട് തടി എന്തൊരു എടുത്ത് വെച്ചേക്കുന്നുണ്ട്. എന്തിനിങ്ങനെ വെച്ചേക്കുന്നത്? അതെ, നാശമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ രാവിലെ ക്ലീനിങ് നടക്കുകയാണ്, കോർപ്പറേഷൻ്റെ ക്ലീനിങ്ങാണ്. നമ്മൾ ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഫ്രഷ് മീനാണ് തോന്നുന്നു കേട്ടോ. ഫ്രഷ് മീനാണിതല്ല ഇല്ലേ? അല്ല, കടലിൽ പോയിട്ട് വന്ന ആൾക്കാർ വലയൊക്കെ ശരിയാക്കുകയാണ്. പതിനഞ്ചോളം വെയിറ്റുകളാണ് തൂക്കിയിട്ടേക്കുന്നത്. അവിടെ മീൻ ഈ ഒരു നെറ്റ് ഉയർത്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു അടിപൊളി ഒരു പട്ടിയാണല്ലോ. ബീച്ചിൻ്റെ സൈഡ് ആ ഭാഗത്താണ് കേട്ടോ. ബീച്ച് സൈഡൊക്കെ നമ്മളിത് അങ്ങോട്ടാണ് പോണത്. സംഗീത ഉപകരണങ്ങളാണ് ഇതെല്ലാം. ചൈനീസ് സംഭവമില്ലേ ഇത്? സത്യം, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കും, ഉറപ്പാണ്. അത്രമാത്രം അട്രാക്റ്റീവായിട്ടുള്ളൊരു സാധനങ്ങളാണ്. ഇതാണ്ട് ചെയിന്, കീ ചെയിൻ, ജയന്തി, റിസ്വാൻ, സംഗീത്, പിന്നെ അജാസ്, ഫൗസിയ, ഐ ലവ്, ജാനു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ്. അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഒരു ഇവിടെ പണ്ട് കപ്പലുകൾക്ക് ഉപയോഗിച്ചിരുന്ന ആൻകർ ഇവിടെ കാണും. ഇവിടെ അത് ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്, പ്രദർശിപ്പിച്ചിരിക്കുകയാണ്.
ഇത് നടുക്കടലൊക്കെ കപ്പലും കാര്യങ്ങളൊക്കെ നിശ്ചലമായി നിൽക്കാൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ അറിയാവുന്ന ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേ സമയത്ത് ഉണ്ടോ ഒരു ചൈനീസ് നെറ്റ് താഴ്ത്തുകയാണ് കേട്ടോ. കണ്ടേ തൂണ്. ഇതിനൊരു ചരിത്രം പറയാനുണ്ട്, പക്ഷേ ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കമൻറ്റുകളിൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ഓക്കെ. പക്ഷേ ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാത്തതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. എത്ര ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണോ അറിയില്ല. ഭയങ്കര കപ്പൽ കയറി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കാശ് കൊടുത്തിട്ട് ഈ ഒരു ബോട്ടിങ് പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അവരവിടെ ഇങ്ങോട്ട് വരികയാണോ അതോ അവിടെ തന്നെ നങ്കൂരിട്ട് കിടക്കുകയാണോ അറിയത്തില്ല. അതായത് ഈ ടെർമിനലിൽ ഒരു കപ്പൽ ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ വീണ്ടും ഈ ഒരു ഫുട്പാത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരായിട്ടുണ്ട്. ഇവിടുത്തെ കച്ചവടമെല്ലാം വളരെ സജീവമായിട്ടുണ്ട്. മലയാളികളല്ല, മറ്റ് അതർ സ്റ്റേറ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അതർ സ്റ്റേറ്റുകാരാണ്. ഒരുപാട് പേരിങ്ങനെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ മലയാളം പറയത്തില്ല. മലയാളം അറിയാമായതുകൊണ്ടാണോ അതോ ബോധപൂർവ്വം പറയാതിരിക്കുകയാണെന്ന് അറിയത്തില്ല. എന്താ സംഭവം? ഇതൊക്കെ സ്റ്റീൽ ബോയിലേഴ്സാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കൈ ഷിപ്പ് ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു കാക്കയുടെ വലിയ ശല്യമുണ്ട് കേട്ടോ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞേ. അതായത് കാക്ക കുത്തുന്നു. ഇത് പുതിയൊരു അറിവായി പോയി. നമ്മളാ കടലിൽ ദൂരെ കണ്ട ആ കപ്പലിലേക്ക് വന്ന കേട്ടോ. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് നേവിയുടെ കപ്പലാണ് കേട്ടോ. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം ഈ ഫുട്പാത്തിലൂടെ. ഈ മറൈൻ ഡ്രൈവ് പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റായ ഒരു ഇടം കൂടിയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു എനിക്ക് മറൈൻ ഡ്രൈവിനേക്കാൾ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇതാണ്. ഈ ഒരു ആംബിയൻസാണ് ഇവിടെ. അത്ര ഇവിടം വരെ നടന്നപ്പോൾ ഇവിടെ മാത്രമാണ് ഇങ്ങനൊരു അത്ര ഉപ്പയും കാര്യങ്ങളൊക്കെ കണ്ടത്. സിൽവർ പാരീസ്. ഫൈനലി നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ അടിപൊളി സൈറ്റാണ് കേട്ടോ. അടിപൊളി സൈറ്റ് എന്ന് വെച്ചാൽ അടിപൊളി സൈറ്റ്. ഓക്കെ, ഇതെന്ത് മരമാണോ ഇത് കാണാൻ പറ്റുവാണ്ട്. ഇവിടെ ഒരു കിളിക്കൂടിരിക്കുന്ന കേട്ടോ. കാണാൻ പറ്റുമോ എന്നറിയത്തുണ്ട്. ഈ ഭാഗത്തൊരു ഇതാണ്ട് ഒരു കിളിക്കൂട് ചെയ്യുക. ഇതാരെയും കൊണ്ടുവച്ചാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ചുവട്ടിലൊരു ബെഞ്ച്. അവിടെ വലയിടുകയാണ്. കടലിൽ ഇറങ്ങി നിന്നിട്ട് വലയിടുകയാണ് കേട്ടോ. അതായത് കടലും അഴിഭാഗമാണ്. കടലും ഈ കായലും കൂടെ ചേരുന്ന അഴിഭാഗമുണ്ട്. അഴിമുഖം ഉണ്ടല്ലോ, ഇതാണ് അഴിമുഖം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേ നമ്മൾ വന്ന വഴിയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലേ. ആൾക്കാർ ആ ഫുട്പാത്തിലൂടെ ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളും പിന്നെ പരസ്യ പലകൾ ബിൽ ബോർഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിളക്കുകാലിൽ തൂക്കിയതാണ് ബിൽ ബോർഡ്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഫാമിലിയെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതാണ്ട് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു പീരങ്കി ഇതായിരിക്കുന്നത്. അന്യായി പണ്ട് ഈ പീരങ്കി വെച്ചൊക്കെയാണ് ആൾക്കാരെ ഭയപ്പെടുത്തിയത്. ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും ഉപയോഗിച്ച പീരങ്കികളാണ്. അപ്പോൾ ഇത് വെറും കാഴ്ച വസ്തുവാണ്.
ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും യങ്സ്റ്റേഴ്സൊക്കെ ഒന്ന് സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ ആക്ടിവിറ്റീസ് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാം. ആർക്കും വേണ്ടാത്ത പോലെ ഇരിക്കുക. ഡേഞ്ചർ ഏരിയ, ലൈഫ് ഗാർഡുമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിയേറ്റ സമയത്തൊക്കെ അതായത് തിരക്ക് ഇങ്ങനെ വരും കേട്ടോ, ഇവിടെ വരും. അതുകൊണ്ടാണ് പഴയകാലത്തെ വേസ്റ്റ് ഇടുന്ന വേസ്റ്റ് ബിന്നെ വരുന്നത്. ഇവിടെ ഫാമിലി കാണാം. അതേ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട മീൻപിടുത്തക്കാരെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിനെക്കാളും കുറച്ചും കൂടെ നല്ലൊരു വൈബുള്ള ഒരു ഇടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ സംഭവം ഉദ്ദേശിക്കുന്നത്? ഗിറ്റാർ എന്തിനാണ്? എന്തുകൂടെ ഫോട്ടോ എടുക്കുക, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുക. ഗിറ്റാർ എന്തിനാണ്? പോസ് ഓക്കെ ശരി. ഞാനെന്താ അങ്ങനെ ചിന്തിക്കാതിരുന്നേ. ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഈ ഒരു കുട്ടികളൊക്കെ വരുമ്പം ഈ ചെറിയ സൺഗ്ലാസ്സൊക്കെ ഇല്ലേ, കുട്ടികളായാലും മുതിർന്നവരായാലും സൺഗ്ലാസ്സൊക്കെ ഇട്ട് പോസ് ചെയ്യാം, ഗിറ്റാർ പിടിച്ച് പോസ് ചെയ്യാം, ഈ ഹാറ്റുകൾ ഇട്ടുകൊണ്ട് പോസ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, മറൈൻ ഡ്രൈവിനേക്കാൾ നല്ല വൈബുള്ള ഇടം ഫോർട്ട് കൊച്ചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇഷ്ടംമാതിരി ഐസ്ക്രീമിൻ്റെ ഒക്കെ ചെറിയ പാർലറുകളാണ്. പാർലറുകൾ അടിപൊളി ഫീൽഡ് വെച്ചാൽ അടിപൊളി ഫീൽ കേട്ടോ. നല്ല വൈബ് സ്ഥലമുണ്ട്. അതേ സമയത്ത് നമുക്ക് ഇവിടാണ്ടൊരു ഫിഷിംഗ് വെള്ളം വരുന്നു. അതിൻ്റെ ആ എൻജിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഫാമിലി, കുട്ടികൾ എല്ലാവരും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേയേറെ സഞ്ചാരികളും സന്ദർശകരും അവർ വന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെയും കച്ചവടമുണ്ട്. ഇവിടെ കച്ചവടത്തിനൊന്നും ഒരു കുറവുമില്ല. ടാക്സി ഉണ്ട്. ഈ ഇതേപോലുള്ള മരങ്ങളെ ഫോർട്ട് കൊച്ചിയുടെയൊക്കെ ഒരു ഐശ്വര്യം പോലെ ആട്ടെ, ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി പോലെയാണ് ഈ മരങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫോർട്ട് കഫേ എന്ന് പറയുന്നൊരു ചെറിയൊരു ടീ പാർലർ ഇവിടെ കാണാം. സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഒരു ബദാം മരത്തിൻ്റെ കുറേ ബദാം മരമുണ്ട് കേട്ടോ. കുറേയേറെ മരമുണ്ട്. നല്ല പച്ചപ്പുണ്ട് ഉണ്ടല്ലേ. വെയിലൊക്കെ വന്ന് അടിക്കുമ്പോഴേക്കും നല്ലൊരു ഗ്രീനിഷായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാരിങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട്. ഫോറിനേഴ്സിനെ കാണാം, അതേപോലെ വിവിധ സഞ്ചാരികൾ, ഫാമിലി എല്ലാവരെയും കാണാം. 2 സൈക്കിൾ ഇവിടെ ഉണ്ട്. ഈ സൈക്കിൾ കൊള്ളാമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോയി നോക്കാം. ഇതുവഴി ആയിരിക്കും പോകേണ്ടത്. ഇതായി നോക്കിയേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ടോയ്ലറ്റാണ്. സംഭവം കടൽ കയറിയിട്ടേ തിരയൊക്കെ അടിച്ച് നാശമായി പോയി കേട്ടോ. ഇതുവഴിയൊക്കെ ആൾക്കാരങ്ങനെ കയറുന്നത്. ഇത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്, പക്ഷേ അങ്ങോട്ട് ആൾ കയറാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. കണ്ടോ, ഇതിൻ്റെ നാശമായി കിടക്കുന്നത് ഒന്ന് റെഡിയാക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ആണല്ലോ, എന്താണെന്നില്ല. ഇത് ലൈറ്റ് ഹൗസ് ലോഞ്ച്. ഇവിടെ ലൈറ്റ് ഹൗസ് കാണുക കേട്ടോ. ലൈറ്റ് ഹൗസിൻ്റെ സംഭവം എന്തോ ഉണ്ട്. ഇതോ നേവിയുടെ ഒരു കപ്പൽ ഇതോ പോകുന്നു. ഒരു സംഭവം ഞാൻ പറയാം, അതായത് ഇവിടെ പല സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഒക്കെ അവിടെ എന്താണ് അവിടെ പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കാൻ ഒരാളെ കിട്ടത്തില്ല. അത് മുന്നിൽ കാണുന്ന ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളോട് ചോദിച്ചാലും അവർ മലയാളികളല്ല, അതർ സ്റ്റേറ്റുകാരാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതുണ്ടോ പുരാതന, അതാണ്ട് എവിടെ ഒരാളൊരു പോച്ചയൊക്കെ ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളോട് ഞാൻ ചോദിക്കുമായിരുന്നു ഇത് ഈ ഒരു ബിൽഡിംഗ് ഇത് എന്താ സംഭവം എന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ മലയാളിയല്ല.
ഇതിൻ്റെ മേലോട്ട് കയറി നോക്കും. ഇപ്പോൾ ഇവിടെ എത്തി. അടിപൊളി കാഴ്ചയായി. നമ്മൾ അത്രത്തോളം കാഴ്ചകളെ കവർ ചെയ്താണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ആ ഒരു വൈറ്റ് ബിൽഡിങ് ഇവിടെ ഇവിടെ കാണാം. അയ്യോ, ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഇതാണ്ടോ പ്രാവുകളിങ്ങനെ ഒരു കയ്യിലെന്തോ കടല മറ്റെന്തോ കൊടുത്തു. കടലയാണ് കേട്ടോ. ഒരുപാട് പ്രാവുകളുണ്ട്. ഇതിനതൊരു കൗതുകം. ആ കയ്യിൽ വന്നിരിക്കുന്ന നോക്കി. ഡച്ച് സെമിത്തേരി റോഡ് ഇങ്ങോട്ടായിരിക്കും. ഡച്ച് സെമിത്തേരി. ഫോറിനേഴ്സിനെ കാണാം ഇവിടെ. ഇതായിരുന്നു ഡച്ച് പ്രോപ്പർട്ടി ഓഫ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ട്രസ്റ്റ് അസോസിയേഷൻ. ഡച്ച് സെമിത്തേരി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളക്കാരുടെ പോലുള്ളൊരു കൺസെപ്റ്റ് അല്ലെന്ന് തോന്നി ഈ ഫോറിനേഴ്സിന്. നമുക്ക് ഈ ഒരു സെമിത്തേരി കാണുന്ന സമയത്ത് വേറൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെയൊക്കെ അടുത്തുള്ള പള്ളികളുടെയൊക്കെ സെമിത്തേരി നമുക്കറിയാം. ഇതിപ്പോൾ ഒരു ചരിത്രപരമായിട്ട് ഡച്ചുകാരുടെ ഒരു സെമിത്തേരി ആണ്. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളൊരു സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ശ്മശാനമൂകത എന്ന് പറയുന്ന കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേസമയം നമുക്ക് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലുള്ള ലോകസഞ്ചാരികളുടെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് ഫോറിൻ കൺട്രീസിലൊക്കെയുള്ള സെമിത്തേരികൾ ഏറ്റവും മനോഹരമാക്കി ഏറ്റവും നല്ലൊരു അവിടെ ചെന്നിരിക്കാൻ തോന്നിക്കുന്ന രീതിയിൽ ഇത്രമാത്രം മനോഹരമായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന വളരെ ശാന്തമായിട്ടുള്ളൊരു ഇടങ്ങളാണ്. ഇത്രമാത്രം അട്രാക്റ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുക്കിയിടുന്ന സെമിത്തേരികളൊക്കെയാണ്. അപ്പോൾ അത് അവർക്ക് അവിടെ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടൊക്കെ ആയിരിക്കാം അവിടെയുള്ള ജനങ്ങൾക്ക്. അത് ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കണ്ട ഫോറിനേഴ്സില്ലേ, അവർ വന്ന ഉടനെ അകത്തോട്ട് നോക്കിയിട്ട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ചിരിച്ചു. അപ്പം പരിഹസിച്ച് ചിരിച്ചാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പോൾ എങ്കിലും അവർ സെമിത്തേരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോടുള്ള അവരുടെ ഒരു വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ പറയാനേ അറിയുന്നുള്ളൂ. അപ്പോൾ നമ്മളെ നിന്ന് വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മാനസികാവസ്ഥയാണ് സെമിത്തേരികളെ അവർ പരിപാലിക്കുന്നതും കാണുന്നതും പിന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ ബോറടിക്കും. അതുകൊണ്ട് പറഞ്ഞതല്ല. ഇതിപ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ വന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ടൊരു വഴി ഇറങ്ങുന്നു. അതുവഴിയൊക്കെ ബസ് റൂട്ടുണ്ട്. അത് ഏത് റൂട്ടാണ്, ഞാൻ വന്ന റൂട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഹോട്ടലാണോ? മലബാർ ഹോട്ടൽ. ഇതെവിടെ? നമ്മുടെ ഈ വാസ്കോഡ ഗാമ ചർച്ച് ഏതാ? അവിടെ അതിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ കാണാൻ പറ്റും? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ കാണാൻ പറ്റും? മ്യൂസിയം ഉണ്ട്. മ്യൂസിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോകണം. കുറച്ച് പോകണം. ഇതല്ലേ നമ്മുടെ വേളി ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഇത് ഫോർട്ട് കൊച്ചി ഗ്രൗണ്ടല്ലേ? ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടല്ലേ? അങ്ങ് പോകണമല്ലേ? ഓക്കെ. ഇവിടെ എന്തോ സ്കൂൾ ഗെയിംസ് നടക്കുന്നുണ്ടല്ലേ? നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേ നല്ല അടിപൊളി സ്ഥലം ഇതല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഇവിടെ വന്നിരിക്കുമോ? ഇടയ്ക്ക് വരും. വീട് എവിടാ? എന്താ സാറിൻ്റെ പേരെന്താണ്? ഓക്കെ. മഴ പെയ്താൽ എന്ത് പറ്റും?
ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ പോകും ഒറ്റ ചാർജിൽ? ഇത് 4 മണിക്കൂർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ 27 മണിക്കൂർ ഓടിക്കും. ആണോ? ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു. ഞാൻ ആദ്യം മുമ്പൊക്കെ ഗാലറി ഉണ്ടായിരുന്നു. ഓ ആ ഇല്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ആർട്ട് വർക്കായിട്ട് ചെയ്തത്. അത് ശരി. എവിടെ വീട്? എവിടെ? നമുക്കത് കാണാൻ പറ്റൂ എപ്പോഴെങ്കിലും? കാണാൻ പറ്റും. ഒരുപാട് കളക്ഷൻ ഉണ്ടോ വരച്ച്? കളക്ഷനായിട്ട് ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കൊണ്ടുപോയി. അത് എങ്കിലും നമുക്ക് കാണാൻ പറ്റൂ. കാണാൻ ഇപ്പോൾ ഓൾറെഡി ഒന്നുമില്ല, വേറൊരു സ്ഥലത്താണ് ഇരിക്കണത്. ആണോ? ഞങ്ങളൊരു എക്സിബിഷൻ വെച്ചിട്ടേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവന്നിട്ടില്ല, വേറെ സ്ഥലത്ത് ഇരിക്കണേ. പുള്ളിക്കാർ ഇവിടെ ഇല്ല. ഇനി എപ്പോഴെങ്കിലും അത് കൈ കിട്ടുമെന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റൂ? ചെയ്യാൻ പറ്റും. ലൈവ് ആർട്ടൊക്കെ ചെയ്യുന്നത്. ആണോ? ഓക്കെ. സാർ നമ്പർ ഒന്ന് തരാം. ഇപ്പോൾ കണ്ട ആ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റാണ്. പുള്ളിയെ സൂചിപ്പിച്ചിരുന്നു. ഒരു 38-40 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ആർട്ടിസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. മുൻപ് ഇതുവരെ കുറച്ച് ആർട്ട് ഗ്യാലറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിൽക്കാലങ്ങളിൽ അതൊക്കെ പോയി ഇപ്പം ഒരു ഫ്രീലാൻസ് പോലെ ഇപ്പം അങ്ങനെ ഒരു ആർട്ട് വർക്ക് വീട്ടിൽ നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി കുറേ കളക്ഷൻ പുള്ളിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ഇടയ്ക്ക് ഇവിടെ ഒരു എക്സിബിഷൻ മറ്റോ നടന്ന സമയത്ത് വേറെ ഏതൊരു സ്ഥലത്താണ് ആ പുള്ളിയുടെ വർക്കുകളൊക്കെ ആ ഭാഗത്തായി പോയി, തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതുമായി ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് കിട്ടുന്ന അനുസരിച്ച് പിന്നീട് എനിക്ക് കോൺടാക്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു വീഡിയോയും ആ ഒരു ആർട്ട് വർക്കെല്ലാം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പുള്ളിയോട് ചോദിച്ചു, അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ തിരുവനന്തപുരം. കണ്ണൂർ പത്തനംതിട്ടയുമായി മത്സരിക്കുന്നു. കണ്ണൂർ വയനാടുമായി മത്സരിക്കുന്നു. ഒരു സെക്കൻഡ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് എറണാകുളം, കോട്ടയം പാലക്കാട്, മലപ്പുറം പത്തനംതിട്ട, തൃശ്ശൂർ കണ്ണൂർ ടീമുകൾ തമ്മിലാണ് മത്സരം. ലില്ല എന്നാണ് എഴുതിയത്. ആർട്ട്, ഫുഡ്, കോഫി, ബേക്കറി. അതെന്ത് എഴുതിക്കുന്നത്? പെർഫോമൻസ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളിപ്പം ബാസ്റ്റ്യൻ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുക. നമ്മളേതൊരു വിദേശ രാജ്യത്ത് ചെന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. വിദേശ വാസ്തു വിദ്യയാണല്ലോ ഈ ഇവിടുത്തെ ബിൽഡിങ്ങിനെല്ലാം. ഇതാ വാസ്കോഡഗാമ ചർച്ച്. ഇതാണെന്ന് തോന്നുന്നു വാസ്കോഡഗാമ ചർച്ച്. അവിടെ അപ്പുറത്ത് ഓപ്പണാണ്. ഇത് ഈ ഗേറ്റ് അടച്ചിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കയറാം. വാസ്കോഡഗാമ ചർച്ചിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്തൂപം ഇത് കൊള്ളാം കേട്ടോ. അതിൻ്റെ മുകളിലൊരു എബ്ലം പോലെ കാണുന്നു. ഓക്കെ, ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതേപോലെ മറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്കകത്തേക്ക് വീഡിയോ ചിത്രീകരിക്കാൻ അവരെ അനുവദിക്കത്തില്ല. ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇതിന് ഫോട്ടോ എടുത്തിട്ട് പുറത്തുള്ള ഈ സംഭവങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോയിലൂടെ നമുക്കത് അകത്തുള്ള വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. 1803 കൊച്ചി രാജാവിൻ്റെ അനുവാദത്തോടുകൂടി ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയായ അൽഫോൺസോ ഡി അൽബുർക്ക് കൊച്ചിയിൽ ഒരു കോട്ട നിർമ്മിക്കുകയും
അതിനുള്ളിലായി വിശുദ്ധ ബർത്തലോമി നാമത്തിൽ ഒരു ആരാധനാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞ വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. 14 വർഷങ്ങൾക്ക് ശേഷം 1538 ഗാമയുടെ പുത്രൻ പെഡ്രോ ഡി ഡിൽബ ഡ ഗാമ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലെ അലൻഡിജോയിലെ വിഡിഗുരയിലേക്ക് കൊണ്ടുപോയി. പള്ളിയുടെ ഉൾവശം വർണ്ണാഭമായി അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് മുകളിലായി മണിമേടയുണ്ട്. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന പള്ളി പോർച്ചുഗീസ് ശില്പമാതൃകയുടെ മകുട ഉദാഹരണമാണ്. കമാനാകൃതിയിലുള്ള വാതിലിലൂടെയാണ് പള്ളിയിൽ കടക്കുന്നത്. പള്ളിക്കുള്ളിൽ ഇരുവശത്തായി പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിലുള്ള ശിലാഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെക്കുവശത്തെ ഭിത്തിയിൽ പോർച്ചുഗീസുകാരുടെയും എതിർവശത്ത് ഡച്ചുകാരുടെയും ഫലകങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഡച്ച് ഭരണാധികാരികൾ പള്ളിയിൽ ചില ഘടനാപരമായ മാറ്റങ്ങളും പേരുമാറ്റവും അതോടൊപ്പം വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് 1819 മുതൽ 1846 വരെ ഇത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നവീകൃത പള്ളിയായി അറിയപ്പെട്ടു. ഔദ്യോഗികമായി ഇതിനെ സെൻറ്റ് ഫ്രാൻസിസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1886 മുതൽ 1887 വരെയുള്ള ബ്രിട്ടീഷുകാരുടെ കാതലായ പുതുക്കിപ്പണികളും പുനരുദ്ധാരണത്തിനും ശേഷമാണ്. 1923 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. ജില്ലാ പൈതൃക മ്യൂസിയം എറണാകുളം, കേരള സർക്കാർ പുരാവസ്തു വകുപ്പ്, ബാസ്റ്റിൻ ബംഗ്ലാവ്. സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ഭക്ഷണ ഇടവേള 1 മണി മുതൽ 2 മണി വരെ. ഇതിനകത്തുകൊണ്ട് കയറി നോക്കാം. കേരള ആർക്കിയോളജി പുരാതന കേരളത്തിലെ ജീവിത രീതികളെയും വൈദേശികരുമായി ഉണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങളെ പറ്റിയുമെല്ലാം വിവരിക്കുന്ന രേഖാചിത്രങ്ങളും പുരാതന ഭൂമിശാസ്ത്ര ഭൂപടങ്ങളും ഇവിടെ കാണാം. പുരാതന ഗ്രീക്കുകാർ, ലാറ്റിൻ, ഫിനിഷ്യർ, ബാബിലോണിയ, അറബികൾ, ചൈനക്കാർ, ഈജിപ്തുകാർ, റോമക്കാർ, അസീറിയക്കാർ എന്നിവരുമായിട്ടുള്ള കടൽ വഴിയുള്ള വ്യാപാര ബന്ധങ്ങളെയൊക്കെ അറിയാൻ ഇവിടെ സാധിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലം, കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പൂ, ജാതി തുടങ്ങിയവയായിരുന്നു വ്യാപാര വസ്തു. പുരാതന കേരളത്തിലെ സസ്യജാലങ്ങളെയും കൃഷിരീതികളെയും ജീവിത വസ്ത്രധാരണ രീതികൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടേ നമ്മളിവിടെ വന്നതാണത്. മറ്റേ ആ പള്ളിയുടെ നമ്മളകത്ത് കയറി പള്ളിയല്ലേ, പേരെന്താണ്, വാസ്കോ ഡ ഗാമ പള്ളിയുടെ ബാക്ക് സൈഡ്. നമ്മളിതുവഴിയാണ് അങ്ങോട്ട് കയറിപ്പോയതായിട്ട്. ഇതുവഴിയാണ് അവിടെ എത്തിയതാണ്. ഈ സ്ട്രീറ്റിലോട്ട് പോകും. എന്താണ് ഇതിൻ്റെ പേര്? കെയ്റോ സ്ട്രീറ്റ്. ടാച്ച് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ഇതൊരു ഹോസ്റ്റല്, യോഗ ആൻഡ് കഫേ. നമ്മുടെ ഈ ഇന്ത്യയൊക്കെ വിട്ട് വേറെ ഏതോ ഒരു നാട്ടിൽ എത്തിയൊരു ഫീല്. പഴയ ഒരു ബിൽഡിങ്, ചില ഡാമേജുകൾ ചില ബിൽഡിങ്സിനൊക്കെ വന്നത്. പോലെ ആ ബിൽഡിങ് സംഭവം പൊളിയാണ്. ലുക്കാൻ നോക്കിയ പോലെ ഒരു കാർ. ആ മരം കണ്ടോ? പീറ്റർ സെല്ലി സ്ട്രീറ്റ്. അങ്ങനെ